ഗൈസ് ജഫോട്ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. പ്രധാനമായിട്ടും നമ്മൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനാണ് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം നമ്മൾ 2025 അവസാനിക്കാൻ പോവാണ് അല്ലേ, 2026 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓരോ കൊല്ലം തുടങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ കൊല്ലം അവസാനിക്കുന്ന സമയത്തും യൂട്യൂബേഴ്സിന് ഒരുപാട് പ്രധാനപ്പെട്ടതാണ് സമയം എന്നുള്ളത് അല്ലേ. അപ്പോൾ 2026 യൂട്യൂബേഴ്സിന് നല്ല രീതിയിൽ ക്ലിക്കാകാൻ ചാൻസ് ഉള്ളൊരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പരീക്ഷാ ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് വ്യൂസ് കുറവാണെങ്കിലും മുന്നോട്ട് ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് 5 അപ്ഡേഷനാണ്. ഇപ്പം നമുക്ക് യൂട്യൂബേഴ്സിന് ഈ ഒരു സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2026 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാനും നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകാനും ചാൻസ് ഉള്ള 5 അപ്ഡേഷനാണ് ഇപ്പം പുതിയതായിട്ട് യൂട്യൂബേഴ്സിൽ വന്നിട്ടുള്ളത്. ഈ 2025 അവസാന ഭാഗത്ത് വന്നിട്ടുള്ള 5 അപ്ഡേഷൻസ് അത് നമുക്ക് 2026 ഒരുപാട് ഉപകാരം ചെയ്യുന്ന പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ്, അതായത് ഒന്നുമില്ലാതെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കുറച്ച് ഗ്രോ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന 5 അപ്ഡേഷൻസാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ അപ്ഡേഷൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം, നമുക്കൊരു വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, പല ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് കമൻറ്റുകൾ വരും അല്ലേ, വീഡിയോസിന് ഒരുപാട് കമൻറ്റുകൾ വരും. ആ കമൻറ്റിനൊക്കെ നമുക്ക് എല്ലാ കമൻറ്റുകൾക്കും റീപ്ലൈ കൊടുത്ത് ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ടെക് ചാനലായാലും നമുക്ക് ഒരുപാട് കമൻറ്റുകൾ വരും. നമുക്ക് 3 ചാനലുകൾ ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ ചാനലുകളിലും നമുക്ക് കമൻറ്റ് പെട്ടെന്ന് റീപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഷ്ടപ്പാടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ നമുക്ക് വാട്സപ്പ് സർവീസ്, യൂട്യൂബിൻ്റെ പെയ്ഡ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സമയം തീരെ കുറവാണ്. യൂട്യൂബിൻ്റെ അകത്ത് കമൻറ്റിന് റീപ്ലൈ കൊടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേഷനാണ് ഈ ഒരു അപ്ഡേഷൻ. കാരണം നിങ്ങൾക്ക് കമൻറ്റിൻ്റെ അകത്ത് വോയിസ് റീപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ശരിക്ക് പ്രാബല്യത്തിൽ വന്നിട്ടില്ലായിരുന്നു. ചില യൂട്യൂബേഴ്സിന് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഏകദേശം എല്ലാ യൂട്യൂബേഴ്സിനും തന്നെ ഈ ഒരു കമൻറ്റ് വഴി റീപ്ലൈ കൊടുക്കാനുള്ള, വോയിസ് റീപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഒരുപാട് ഉപകാരമുള്ള, കാരണം നമുക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് ശരിയായ രീതിയിലുള്ള അതിനുള്ള റിയാക്ഷൻ, അവർക്കുള്ള റിയാക്ഷൻ ശരിയായ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ വന്നതിന് സ്ഥിതിക്ക് നമുക്ക് എന്താണോ പറയേണ്ടത്, അതായത് 30 സെക്കൻഡ് വരെ നമുക്ക് എന്താണോ നമുക്ക് കറക്റ്റായിട്ട് അതിനുള്ള റിയാക്ഷൻ നമുക്ക് നമ്മുടെ വോയിസ് വഴി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ശരിയായ രീതിയിലുള്ള റിയാക്ഷൻ കൊടുക്കാനുള്ള, എന്തായിക്കോട്ടെ, നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ, എന്തായാലും ശരിയായ രീതിയിലുള്ള റിയാക്ഷൻ നമുക്ക് നമ്മുടെ വോയിസ് വഴി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അത് നല്ലൊരു അപ്ഡേഷനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് രണ്ടാമത്തെ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഓട്ടോ ഡബ്ബിങ് നമുക്ക് എല്ലാവർക്കും, ചില ആൾക്കാർക്ക് നമ്മൾ ഒരുപാട് കാത്തിരുന്ന അപ്ഡേഷനാണ് അല്ലേ ഓട്ടോ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് വരും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്ന അപ്ഡേഷനാണ് ഓട്ടോ ഡബ്ബിങ്. ആ ഓട്ടോ ഡബ്ബിങ് ചിലപ്പം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ആ ഒരു പണി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ അപ്ഡേഷനായിട്ട് ഓട്ടോ ഡബ്ബിങ്ങിൽ തന്നെ പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് യൂട്യൂബ്. കാരണം പ്രൈമറി ലാംഗ്വേജ് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കാൻ വരുവാണ്. ഓക്കെ, അതായത് പ്രൈമറി ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഓട്ടോ ഡബ്ബിങ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് ഇംഗ്ലീഷിലോട്ട്, നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ സാധാരണ മലയാളികൾക്ക് കാരണം ഇംഗ്ലീഷിനെ വല്ല പ്രാബല്യം ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഇംഗ്ലീഷിലോട്ട് അവരുടെ വീഡിയോ ഡബ് ചെയ്ത് തരുമ്പോൾ അവർ കാണുമല്ലോ നമ്മുടെ വീഡിയോ. ഞാനിപ്പോൾ എത്ര കഷ്ടപ്പെട്ട് ഈ ഒരു ടെക് വീഡിയോ ചെയ്താലും എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും കേരളത്തിലുള്ള ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാരായും കാണുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിലാവും. പക്ഷേ അത് പെട്ടെന്ന് ഇംഗ്ലീഷിലോട്ട് ഡബ് ചെയ്ത് പോകുന്ന സമയത്ത് അത് അലമ്പാണ്. പക്ഷേ അങ്ങനെയാണ് നമ്മളത് എന്ത് ചെയ്യും, ഓഫ് ചെയ്ത് വെക്കുമ്പോൾ പുറമേ നിന്ന് ആൾക്കാർ നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഡബ് ചെയ്ത് ഇംഗ്ലീഷിലോട്ടോ വേറെ ഏതെങ്കിലും ഭാഷയിലോട്ട് കാണുന്ന പറഞ്ഞാൽ നടക്കുകയില്ല. കാരണം നമ്മൾ ഓട്ടോ ഡബ്ബിങ് ഓഫ് ചെയ്ത് വെക്കുവാണ്. എല്ലാവരും അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. ഈ ഒരു ശല്യമായി വരുന്ന സമയത്ത് നമ്മളത് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ പുറമേ നിന്നുള്ള ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ ഡബ് ചെയ്ത് കാണാൻ പറ്റത്തുമില്ല. അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലോട്ട് വന്നിട്ട് അലമ്പാവുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഇതിനൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പ്രൈമറി ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പറയുന്നത്. അതിനൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത്, എൻ്റെ മലയാളത്തിലാണ് മലയാളം സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ വീഡിയോ വരുള്ളൂ. വേറെ ഭാഷ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡബ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അപ്ഡേഷനാണ്, അതിൽ വളരെ ഉപകാരമുള്ള ഒരു അപ്ഡേഷനാണ്, നമുക്ക് വ്യൂസ് കൂടാനുള്ള അപ്ഡേഷൻ തന്നെയാണ്. നമുക്ക് മൂന്നാമത്തെ അപ്ഡേഷനായിട്ട് വന്നേക്കുന്നത്
ഐഫോൺ യൂസേഴ്സിനാണ് കേട്ടോ. ഐഫോൺ യൂസ് ചെയ്ത് വീഡിയോ എടുക്കുന്ന ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. കാരണം യൂട്യൂബ് ക്രിയേറ്റർ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ നമുക്ക് ഒരുപാട് വർക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. യൂട്യൂബ് ക്രിയേറ്റർ ആപ്ലിക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. അതിൻ്റെ അകത്ത് AI വെച്ചിട്ട്, അതായത് AI വെച്ചിട്ട് നമുക്ക് യൂട്യൂബ് ക്രിയേറ്റർ ആപ്ലിക്കേഷനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഐഫോൺ യൂസേഴ്സിനാണ് പറ്റത്തുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് പറ്റണം. അത് നല്ലൊരു അപ്ഡേഷനാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരുപാട് AI ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ചെയ്യാതെ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ AI വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഓപ്ഷനാണ് നമുക്ക് ക്രിയേറ്റർ ആപ്ലിക്കേഷൻ, യൂട്യൂബ് ക്രിയേറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഈ ഐഫോൺ യൂസേഴ്സിന് യൂട്യൂബ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത 4ാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ലൈവ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ നമുക്ക് സൂപ്പർ ചാറ്റ് കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം സൂപ്പർ ചാറ്റ് നമുക്ക് ലൈവ് ചെയ്യുന്ന മോണിറ്റൈസേഷൻ ആൾക്കാർക്കൊക്കെ സൂപ്പർ ചാറ്റ് കിട്ടും അല്ലേ. ഞാനിപ്പം ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്ന, ലൈവ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ ചാറ്റ്, അതായത് 40 രൂപ മുതൽ നമുക്ക് 10,000 രൂപ വരെ സൂപ്പർ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു സൂപ്പർ ചാറ്റിൻ്റെ ഓപ്ഷൻ നമുക്കവിടെ ഒരു എന്താ സൂപ്പർ ചാറ്റ് ഗോൾ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പുതിയതായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് പല സൈറ്റുകളുണ്ട്, ഈ ഒരു യൂട്യൂബ്, ഫേസ്ബുക്ക് അല്ലാതെ തന്നെ ഒരുപാട് സൈറ്റുകളിൽ നമുക്കറിയാം ഇത്ര ഗോൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനാവും. അപ്പോൾ ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ ഒരു ഗോൾ തികച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പം എൻ്റെ ഒരു ലൈവിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു 5,000 രൂപ, അല്ലെങ്കിൽ ഒരു 1,000 രൂപ എന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു 2,000 രൂപ. സാധാരണക്കാരെ ആൾക്കാർ ലൈവ് ആകുമ്പോൾ 2,000 രൂപ ഒരു ലൈവിൻ്റെ ഗോളാക്കി വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ കാണിക്കും സ്ക്രീനിൽ. അപ്പോൾ ആൾക്കാർക്കറിയാം എൻ്റെ ലൈവിൻ്റെ ഗോൾ നിങ്ങൾ തികച്ചു തരണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ചാറ്റ് ചെയ്യണമെന്ന് പറയേണ്ടത് തന്നെ നമ്മൾ എൻ്റെ ലൈവിൻ്റെ ഗോൾ നിങ്ങൾ തികച്ചു തരണം. നിങ്ങൾ അങ്ങനെയാകുമ്പോൾ ആൾക്കാർക്ക് ഇത് ഒരു ടെൻഡൻസി ഉണ്ടാവും. നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്ത് തരാൻ വേണ്ടി, ഈ ഒരു ഗോൾ കംപ്ലീറ്റ് ആക്കി തരാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടാനുള്ള ഒരു അപ്ഡേഷനാണ് ആ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ. അത് ഉപകാരമാണ്. ഓക്കെ, അപ്പോൾ 5ാമത്തെ അവസാനത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് AI പവേർഡ് ക്ലിപ്പ് എന്ന് പറഞ്ഞ അപ്ഡേഷനാണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഈ നമ്മുടെ ലൈവ് വഴി ബ്രോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് AI ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള ക്ലിപ്പ് ഉണ്ടാക്കാനുള്ള ഓപ്ഷനാണ്. അതായത് നമുക്ക് AI ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് AI ഉപയോഗിച്ചിട്ട് നല്ല നല്ല ക്ലിപ്പുകൾ നമുക്ക് ഷോർട്ട് വീഡിയോസ് ആക്കിയിടാണ്. നമുക്കിപ്പം നമുക്കറിയാം ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈവ് ഹൈലൈറ്റ് സേവ് ആകുന്ന കാണാം. അതേപോലെ നമുക്ക് ലൈവിൻ്റെ അകത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് AI ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ AI ഉപയോഗിച്ചിട്ട് നമുക്കൊരു പുതിയ ക്ലിപ്പുകൾ ഇട്ട് നമുക്ക് ഷോർട്ട് വീഡിയോ ആക്കാനും വൈറലാക്കാനുള്ള ഒരു പുതിയ അപ്ഡേഷനാണ് വന്നേക്കുന്നത്. അത് നമുക്ക് വന്നിട്ടില്ല US, അതായത് അമേരിക്കയിലും പിന്നെ അതുപോലെ തന്നെ കാനഡ, അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഒരു രാജ്യങ്ങളിലാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. പക്ഷേ നമുക്കും കൂടി ഇനിയിപ്പോൾ അതിന് ആവശ്യമില്ലാണ്ട് ഇത് വരും. അപ്പോൾ ഇത്രയ്ക്ക് 5 അപ്ഡേഷനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ കേന്ദ്രീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ പ്രോഗ്രസ് ആകാനും വീഡിയോയ്ക്കൊക്കെ വ്യൂ വരാനും ചാൻസ് ഉള്ള അപ്ഡേഷൻസ് ആണ്. അപ്പോൾ 2026 തുടക്കത്തിൽ നല്ലൊരു യൂട്യൂബേഴ്സിന് നല്ലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. ബൈ.